നമസ്കാരം സാറേ. നമ്മുടെ ആ ഡക്റ്റിൻ്റെ ഡിസൈന് ജസ്റ്റ് സ്പീഡിൽ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂക്കകത്ത് നമ്മുടെ സപ്ലൈ ഡക്റ്റ് ഇവിടുന്ന് ഇവിടുന്ന് വന്ന് ഇത് 85 സെൻറ്റിമീറ്റർ ആക്കി. 90 സെൻറ്റിമീറ്റർ എന്നുള്ളത് 85 സെൻറ്റിമീറ്റർ ആയി. ഡക്റ്റിൻ്റെ വിഡ്ത്ത് ഇവിടെ വരുമ്പോൾ 750 ആവും, ഇവിടെ വരുമ്പോൾ 400 ആവും. 12 കോളറാണ്. 1 2 3 4 5 6 7 8 9 10 11 12 കോളർ. 12 കോളറിനകത്ത് 3 കോളർ താഴോട്ട് ഫേസ് ചെയ്യും. അതിന് ഒരു 30 ഡിഗ്രി ആംഗിളിലായിരിക്കും അതിൻ്റെ അകത്തിരിക്കുന്ന ഗ്രില്ല് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് ത്രോ ഈ ഏരിയയിലുള്ള ആൾക്കാർക്ക് കിട്ടും. കാരണം ഇത് ഏറ്റവും ടോപ്പ് ഇരുന്നാണ്. അപ്പം താഴോട്ട് വരുന്തോറും ആ ഡയമീറ്റർ വീണ്ടും കൂടും. 30 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ ആ ഗ്രില്ല് വരുന്നത്. ഒരു ഫ്രീ വ്യൂവിൽ ഞാൻ ഒന്നും കൂടെ അത് കാണിക്കാം. ഇതാണ് നമ്മുടെ സീലിംഗ് വന്നു കഴിയുമ്പം സീലിങ്ങിൻ്റെ മേളിൽ കറക്റ്റ് ഒരു അര അടി കഷ്ടിച്ചേ ഉള്ളൂ. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഗ്രില്ല് വരുന്നത്. ഈ ഗ്രില്ലിൻ്റെ ഞാൻ പടത്തിനകത്ത് ഇത് സ്ട്രൈറ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് വരുമ്പോൾ ഇങ്ങനെ സൈഡിലായിരിക്കും വരുന്നത്. എന്നിട്ട് ഇങ്ങോട്ടായിരിക്കും ത്രോ വരുന്നത്. അത് 1 2 3. അപ്പം ആ എഡ്ജിൽ കോർണർ ഇരിക്കുന്ന ആൾക്കാർക്ക് വരെ ഇതേ ഇരുന്ന് തന്നെയുള്ള ത്രോ കിട്ടും. പിന്നെ ഇതിനകത്ത് ഇത് മേളിലോട്ട് നമുക്ക് കൊണ്ടുപോകേണ്ട കാരണം എന്നാന്ന് പറഞ്ഞാൽ, ഇതാണ് നമ്മൾ ഒത്തിരി നേരം സമയം എടുത്തതിൻ്റെ പ്രശ്നം. ഇതാണ് ഈ റിട്ടേൺ എയർ ഈ മെഷീന് കറക്റ്റായിട്ട് കിട്ടണം. അല്ലെങ്കിൽ ഈ 4000 CFM ജനറേറ്റ് ചെയ്യുന്ന മെഷീന് റിട്ടേൺ എയർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ കൂളിങ്ങിനെ അത് ബാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഇത് ചെയ്തത്, വീണ്ടും സമയം കളഞ്ഞത്. ഈ ഹോള് ഹൈറ്റ് കൂട്ടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മെഷീൻ്റെ താഴെ ഒരു 2 അടിയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്താൽ ഇവിടെ ഒരു ഡ്രെയിനേജിൻ്റെ ഷീറ്റുണ്ട്. അത് ഊരിയെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഊരണമെങ്കിൽ ഈ പൈപ്പെല്ലാം ഊരണം. ഈ പുതിയ ഇൻസ്റ്റോളേഷൻ പോലെ തന്നെ ആയിരിക്കും. അതൊരു 1 വർഷം 2 വർഷത്തിനകത്ത് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഈ ഡ്രെയിനേജിൻ്റെ അവിടെയൊക്കെ പായൽ പിടിക്കുക. അപ്പോൾ സർവീസ് ചെയ്യുമ്പോൾ പൊതുവെ അതെല്ലാം ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ ഇത് മാക്സിമം റിട്ടേൺ എയർ കിട്ടുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ റിട്ടേൺ ഡക്റ്റ് ഉദ്ദേശിച്ചായിരുന്നു, പ്ലീനം ബോക്സ് വെച്ച്. ആ റിട്ടേൺ ഡക്റ്റ് വെച്ച് ഈ പറഞ്ഞ എടുക്കാൻ പറ്റാതെ വീണ്ടും സ്പേസ് കുറഞ്ഞു. അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് മെഷീൻ ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഈ റിട്ടേൺ എയർ വരുന്ന അങ്ങോട്ടത്തേക്ക് തൊട്ടടുത്ത് കൊണ്ടുവന്നു. ഈ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് വീണ്ടും ഇതിൻ്റെ ഹോളിൻ്റെ ഓപ്പണിങ് കൂട്ടിയത്, ഈ റിട്ടേണിൻ്റെ ഹോളിൻ്റെ ഓപ്പണിങ് കൂട്ടിയത്. ഇങ്ങനെയായിരിക്കും. ഇതാണ് ഈ PU ഫോം. ഈ PU ഫോമിനകത്താണ് ഈ സാധനം ഇരിക്കുന്നത്. അത് മെഷീനകത്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ക്യാബിനകത്ത് വരുമ്പം ഇങ്ങനെ ഇരിക്കും. തുറന്നു കഴിഞ്ഞാൽ മെഷീൻ ഇതാണ്. ഇതിൻ്റെ പൊസിഷൻ. ഞാൻ ഈ സെക്ഷനകത്ത് ഈ ബ്ലൂ കളറിൽ കാണുന്നത് വോളിലും അതേപോലെ സൈഡിലും താഴെയും PU ഫോം വരും. മേളിൽ ഇങ്ങനൊരു PU ഫോമിൻ്റെ തന്നെ ഒരു ഷീറ്റ് കൊടുക്കുക. ഇത് ഈ പുറം മുഴുവനും നമുക്ക് ആസ്പെറ്റോസിൻ്റെ ഷീറ്റ് കൊടുത്താൽ മതി, പ്ലെയിൻ ഷീറ്റ് കൊടുത്താൽ മതി. എക്കണോമിക്കലായിട്ട് ചെയ്താൽ മതി സാറേ, ഒത്തിരി കോസ്റ്റ്ലിയർ ആയിട്ട് ചെയ്യണമെന്നില്ല. അകത്തിരിക്കുന്ന ആ PU ഫോം എല്ലാം ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരാം. PU ഫോം അകവും ഇതുണ്ട്, മേളിലും ഭിത്തിയിലും കാണും, മേളിൽ കാണും, ഇങ്ങനെ എല്ലാ സ്ഥലവും കാണും. അതിൻ്റെ പുറത്ത് നമ്മൾ ആസ്പെറ്റോസ് ഷീറ്റ് വരും. ഈ താഴെയും ഇവിടെ ആസ്പെറ്റോസ് ഷീറ്റ് വേണം, താഴെ അല്ലെങ്കിൽ ഇതിനകത്തോ, അത് എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഈ PU ഫോം വെച്ചാൽ മതി. കുറച്ച് എയറൊക്കെ അകത്ത് കയറാം, അതിനകത്തൊന്നും പ്രശ്നമില്ല. കാരണം ഫ്രഷ് എയർ ഇൻടേക്കിന് പ്രത്യേകം കൊടുത്തിട്ടില്ല. ഫ്രഷ് എയർ ഇൻടേക്കിന് ശരിക്കും കൊടുക്കേണ്ടതാണ്. നമ്മൾ ഇതിനകത്ത് വരുന്ന ഗ്യാപ്പ് വഴി ഉള്ളത് കോമ്പൻസേറ്റ് പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ. പിന്നെ മേളിരിക്കുന്ന ഷീറ്റ്
ഇത്രയും പൊക്കണമെന്നില്ല. ഞാൻ പൊക്കിയതിൻ്റെ കാരണം ഒരു എയർ ഫ്ലോ കിട്ടിക്കോട്ടെ എന്നും ഉള്ള രീതിയിലാണ് കൊടുത്തത്. ഇവിടെ താഴത്തേത് എത്രത്തോളം താക്കാൻ പറ്റുമോ അത്രത്തോളം താക്കണം. അത് സ്ലാൻഡിങ് ആയതുകൊണ്ട് ഒരു ഇഷ്യൂയും കൂടെ ഉണ്ട്. നമ്മൾ എപ്പോഴും മെഷർമെന്റ് എടുക്കുമ്പോഴേ സ്ലാൻഡിങ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കുമ്പം നമുക്ക് പ്രയാസമാവും. മേളിലും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാതെ ഉള്ള കാര്യമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ആ ഡിലേ ആകാനുള്ള കാരണം. എന്തായാലും ഫൈനലി ഇതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. 2.5 മീറ്ററേ ഉള്ളൂ. സാറ് നോക്കിയാൽ കാണും, 2 മീറ്ററും 30 സെന്റിമീറ്ററേ ഉള്ളൂ ഇതിന്റെ ഡെപ്ത്. അപ്പം ആ പാസേജിനൊന്നും ഒബ്സ്റ്റക്കിൾ ആവത്തില്ല. അത് വീണ്ടും വേറെ എന്തെങ്കിലും പർപ്പസ് ഒക്കെ വരുവാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഡബിൾ ഡോറ് ഇത് ട്വിൻ കംപ്രസറിന്റെ കാറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിനോട് വലുതായിട്ടൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ സാറേ, ഇതാണ് ഇതിന്റെ ചുരുക്കം. താങ്ക് യു.